ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ ഹൈക്കോടതി മാർഗനിർദ്ദേശം ലംഘിച്ച് സർക്കാർ. സംഗമത്തിന് സർക്കാർ ചെലവിൽ പത്രങ്ങളിൽ പരസ്യം. മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ചാണ് PRD പരസ്യം നൽകിയത്. ദ ഹിന്ദുവിലും ദേശാഭിമാനിയിലും മാധ്യമത്തിലും ഉൾപ്പെടെ പേജ് പരസ്യമാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് നൽകിയത്. വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും MS വീണ നൽകും. വീണ, ഏതാണ്ട് 7 കോടി രൂപ മുടക്കിയാണ് ഇന്നിപ്പോൾ പമ്പയിൽ ഈ സർക്കാർ സംഗമം നടക്കുന്നത്. അതിനാണെങ്കിൽ ആളും പേരുമില്ല. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംഗമം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഖജനാവിൽ നിന്നുൾപ്പെടെ പണം ഒഴുകിയിരിക്കുന്നു എന്ന് വേണമല്ലോ ഈ പരസ്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ. വീണ. തീർച്ചയായും ഗോകുൽ, അത്തരത്തിൽ തന്നെയാണ് നമുക്ക് ഈ പരസ്യങ്ങൾ കാണുമ്പോൾ തന്നെയും വ്യക്തമാകുന്നത്. ഇപ്പോൾ ഈ പമ്പയിൽ ആഗോള സംഗമം നടക്കുമ്പോൾ 7 കോടി ചിലവഴിച്ചു, പക്ഷേ ആരും അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ്. ഇത്തരത്തിൽ സർക്കാരിൻ്റെ ആഗോള സംഗമം, ഈ അയ്യപ്പ സംഗമം പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു പങ്കാളിത്തം കുറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിൽ, അതായത് ദേശാഭിമാനി, മംഗളം, അതുപോലെ തന്നെ ദേശീയ പത്രങ്ങളിലടക്കം പേജോളമുള്ള പരസ്യങ്ങളാണ് IPRD നൽകിയിരിക്കുന്നത്. അതും മുഖ്യമന്ത്രിയുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരസ്യങ്ങൾ. ഇത്തരത്തിൽ ഇത് സർക്കാരിൻ്റെ ഒരു പരിപാടിയാക്കി മാറ്റുക എന്നുള്ള തരത്തിൽ തന്നെയാണ് അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ തന്നെയാണ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ പരസ്യങ്ങൾ നൽകുമ്പോൾ പൊതുഖജനാവിൽ നിന്നുള്ള പണമാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ ഉറപ്പ് ലംഘിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ നിന്ന് നമുക്കിപ്പോൾ വ്യക്തമാകുന്നതും. ഫണ്ടും അതായത് ഖജനാവിൽ നിന്നോ ദേവസ്വം ബോർഡിൽ നിന്നോ ഈ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിനായിട്ട് ഫണ്ട് ഉപയോഗിക്കില്ല എന്നുള്ളതായിരുന്നു സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ വാദം. എന്നാൽ ആ വാദങ്ങൾ പാടെ ലംഘിച്ചു എന്ന് വേണം ഈ പരസ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ കോടികൾ ഇതിനായി മുടക്കി. ആഗോള സംഗമത്തിനായി പമ്പയിൽ മാത്രം 7 കോടി മുടക്കിയെങ്കിൽ ഈ പരസ്യത്തിനായി എത്ര കോടി മുടക്കി എന്നുള്ളതും സർക്കാരിന് വെളിപ്പെടുത്തേണ്ടി വരും. കാര്യം പേജോളമുള്ള പരസ്യങ്ങളാണ് ദേശീയ പത്രങ്ങളിലടക്കം കൊടുത്തു എന്നുള്ളതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലാണ് പരസ്യം നൽകിയിരിക്കുന്നത്. ഇതിലൂടെ ആളുകളെ കൂട്ടുവാനും ഒപ്പം തന്നെ ഇത് സർക്കാരിൻ്റെ ഒരു പരിപാടിയാക്കി മാറ്റുവാനുള്ള ലക്ഷ്യങ്ങൾ തന്നെയാണ്, തങ്ങളുടെ പ്രചാരണമാക്കി മാറ്റുവാനുള്ള തരത്തിൽ തന്നെയാണ് തുടക്കം മുതലേ സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ പരസ്യങ്ങളിലൂടെയും വ്യക്തമാക്കുന്നത്. ഈ പരസ്യങ്ങൾ, അതായത് തനത് ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ തനത് സ്പോൺസറെ കണ്ടുപിടിച്ചായിരിക്കും ആഗോള അയ്യപ്പ സംഗമം നടത്തുക എന്നാണ് സർക്കാർ വിശദീകരണം നൽകിയിരുന്നത്. പലതരത്തിലുള്ള വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നപ്പോഴും ന്യായീകരിക്കാൻ മാത്രമാണ് സർക്കാർ ശ്രമിച്ചത്. ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് അടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു സംഗമം നടത്തുമ്പോൾ അതിനെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പരസ്യങ്ങളും നൽകിയിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന് ഖജനാവിൽ നിന്നും പണം എടുക്കില്ല എന്ന നിലപാട് ഹൈക്കോടതിയിൽ പറഞ്ഞ അതേ സർക്കാരാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പടം ഉൾപ്പെടെ വെച്ചുകൊണ്ട് പേജിൽ വലിയ പരസ്യം നൽകിയിരിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത് MS വീണ.